മക്കളെ കോസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? ഫാക്ടറി ഓവർഹെഡിൽ മാഷ് എന്തെടുത്തിട്ടില്ല? ഇൻഡയറക്റ്റ് എന്താ വേജസ് എത്രയായിരുന്നു? 2750. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് 1,53,000 അല്ല വരിക. 1,53,000 പ്ലസ് 2,750 ആഡ് ചെയ്താൽ 1,00,000 എത്ര വരും? 55,750 മൈനസ് 2,00,000 അടിച്ചാൽ 44 എത്ര വരും? 250 വരും. സിമ്പിൾ. ഓക്കെ, യെസ്, ക്ലിയർ. ഞാൻ ചെക്ക് ചെയ്ത് താങ്കൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യില്ലേ, അതാ. യാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടുത്തോ 4. ഓക്കെ, അതിന് മുൻപേ എക്സ്ക്യൂസ് മീ, ഡി പി ഏതാ? 2 ഇല്ലേ? ഇത് ഹോംവർക്കാണ്, പക്ഷേ അതിൽ ഐറ്റംസ് കുറേ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്, ഇപ്പം ചെയ്യുന്നില്ല. ഞാൻ ഐറ്റംസ് പറയട്ടെ. ആദ്യം മെറ്റീരിയൽ കൺസ്യൂംഡ് ഏതാ? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണ്ട? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അങ്ങനെ എഴുതണോ? വേണ്ട. ഓക്കെ, ഇനി ഡിവിഡൻഡ് റിസീവ്ഡ്. ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ഫൈനാൻഷ്യൽ ഐറ്റമാണ്. ഡിവിഡൻഡ് റിസീവ്ഡൊക്കെ നമ്മൾ എന്താ ചെയ്യുക? എടുക്കൂല, ഒഴിവാക്കണം. ദെൻ അടുത്തേതാ? ചാർജബിൾ എക്സ്പെൻസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഇത് ചാർജബിൾ എക്സ്പെൻസ്. നോട്ട് ചെയ്താ? ഓക്കെ. ക്യാരേജ് ഔട്ട്വേർഡ് അതാ എന്താ? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, എസ് എന്നിടാം. ലീഗൽ ചാർജ് ഓ എന്നിടാം, ഓഫീസ്. ഹൗലേജ് ഫാക്ടറി ഓവർഹെഡ് ആയിട്ടും ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസ് ഓൺ പർച്ചേസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഹൗലേജ് പറഞ്ഞാൽ കടത്തുകൂലി എന്നർത്ഥം. ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ വരുന്ന ഇതാണ്. പക്ഷെ ഇപ്പം നമുക്ക് അത് ഫാക്ടറി ആയിട്ട് എടുക്കാൻ നല്ലത്. കാരണം നമുക്ക് ഇവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനില്ല? മെറ്റീരിയൽ കൺസ്യൂംഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ല. അപ്പം നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ ഉള്ളിൽ അത് എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടില്ല എന്ന അസംഷനിൽ എന്തായിട്ട് എടുക്കാം? ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് എടുക്കാം. ഇൻഡയറക്റ്റ് വേജസ് ഏതാണ്? ഓഫീസ് ഓവർഹെഡ് ആണ്. ഫാക്ടറി റെൻറ്റ് ഫാക്ടറി ഓവർഹെഡ്. സൺഡ്രി ഓഫീസ് എക്സ്പെൻസ് ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് മെയിൻ്റനൻസ് ഓഫീസാണ്. റോയൽറ്റി ഏതാണ്? ഓർമ്മ ഞാൻ പറഞ്ഞു തന്നെ, ഡയറക്റ്റ് എക്സ്പെൻസിന് ഒരു ഉദാഹരണമാണ് ഇത് റോയൽറ്റി. പ്രൊഡക്റ്റീവ് വേജസ് പറയുമ്പോൾ ഡയറക്റ്റ് ലേബർ തന്നെയാണ് എന്ത്? പ്രൊഡക്റ്റീവ് വേജസ്. കൺഫ്യൂസർ ആവരുത്, ഡയറക്റ്റ് ലേബർ തന്നെയാണ് പ്രൊഡക്റ്റീവ് വേജസ്. അടുത്ത് പവറും ഇതൊക്കെ എവിടെ സംഭവിക്കുക? ഫാക്ടറിയിൽ. ഫാക്ടറി സ്റ്റേഷനറി ഫാക്ടറിയിലാണ്. ഫാക്ടറി ക്ലീനിങ് ഫാക്ടറിയിലാണ്. ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ് എവിടെ തന്നെ? ഫാക്ടറിയിലാണ്. എന്താ ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ് പറയുമ്പോൾ? ലൂസ് ടൂൾസ് പറയുമ്പോൾ എന്താ? നമ്മുടെ മിഷനറിയൊക്കെ ഇപ്പോൾ സ്പാനർ, സ്ക്രൂ ഡ്രൈവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എവിടെ ആയിരിക്കും? ഫാക്ടറിയുടെ മെഷീനൊക്കെ നേരാക്കാനാവില്ലേ? അടുത്ത റെൻ്റ് റേറ്റ് ഓഫീസിൽ നിന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. വാട്ടർ ചാർജ് ഫാക്ടറി ആയതുകൊണ്ട് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഇൻഷുറൻസ് ഫാക്ടറി. ESI എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് ഫുൾ ഫോം. എന്താ? എംപ്ലോയി സ്റ്റേറ്റിൻ്റെ, എംപ്ലോയിയുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി മാറ്റി വെക്കുന്ന ഫണ്ടാണ്. ഇത് എടുക്കും. ഓക്കെ അല്ലേ? പക്ഷേ അതിൽ ഇതുണ്ട്, ഇത് ആരുടെ ഏത് എംപ്ലോയീസിൻ്റെ എന്ന് നോക്കണം. അവിടെ എഴുതി വെക്കുക ESI ഇഫ് ഡയറക്റ്റ് വർക്കേഴ്സ് ആണെങ്കിൽ അതെന്തായിട്ട് എടുക്കും? ഡയറക്റ്റ് ലേബർ ആയിട്ട് എടുക്കും. ഇഫ് ഡയറക്റ്റ് വർക്കേഴ്സ് അതോ മെഷീൻ ഓപ്പറേറ്റർ ഡയറക്റ്റ് വർക്കർ അല്ലേ? മെഷീൻ ഓപ്പറേറ്റർ ആണെങ്കിൽ അത് എന്തായിട്ട് എടുക്കണം? ഡയറക്റ്റ് ലേബർ ആയിട്ട് എടുക്കണം. മനസ്സിലാവണ്ട? സാലറിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? ESI. ഇൻഡയറക്റ്റ് വർക്കേഴ്സ് ആണെങ്കിൽ എന്തായിട്ട് എടുത്താൽ മതി? ഫാക്ടറി ഓവർഹെഡ് ആയിട്ട്. ഇൻഡയറക്റ്റ് വർക്കേഴ്സ് ആണെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ബാങ്ക് ചാർജ് എടുക്കില്ല നമ്മൾ പറഞ്ഞല്ലേ അല്ലേ? അല്ല, ബാങ്ക് ചാർജാണ് നോർമലി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇൻട്രസ്റ്റ് ആണ് എടുക്കുക. അത് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത് ബാങ്കിൻ്റെ ചാർജ് പറയുമ്പോൾ ബാങ്കിൻ്റെ DD കമ്മീഷൻ അങ്ങനെയുള്ള ബാങ്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ ഒരു കമ്മീഷൻ എടുക്കില്ലേ? അടുത്തതാ കമ്മീഷൻ ഓൺ സെയിൽസ്. ഏതാ? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻ്റ് ഡയറക്റ്റ് എക്സ്പെൻസിന് ഒരു ഉദാഹരണമാണ് കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻ്റ്. ഓർക്കില്ലേ?
അടുത്തേതാ മെയിൻ്റനൻസ് ഡെലിവറി മാൻ ഏതാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ബാഡ് ഡെപ്റ്റ് ഏതാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെയിൽ ചെയ്തിട്ടല്ലേ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുക, ഡെപ്റ്റേഴ്സ് അങ്ങനെ വന്നിട്ടല്ലേ പൈസ തരാതെ ബാഡ് ഡെപ്റ്റ് ആവുക. അടുത്തേതാ അഡ്വർടൈസ്മെൻറ്റ് ഏതാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾ ഏതാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഏതാ ഫാക്ടറിയിൽ. സൺട്രി എക്സ്പെൻസ് ഏതാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഗോഡൗൺ റെൻറ്റ് ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. ഗോഡൗൺ റെൻറ്റ് ഏതാ ഫാക്ടറി ഓവർ ഹെഡ് അല്ലേ. എന്നാൽ റെൻറ്റ് ഓഫ് വെയർ ഹൗസ് ഏതാ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് എടുക്കൂല. സാനിറ്ററി എക്സ്പെൻസ് ജനറൽ എന്നാ പറഞ്ഞുള്ളൂ. നമുക്കിപ്പോൾ എന്തായിട്ട് എടുക്കാം ഓഫീസ്. ഈ സാനിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് ക്ലീനിങ്ങാണ്. അപ്പോൾ ക്ലീനിങ് എവിടെയൊക്കെ ചെയ്യാം ഫാക്ടറിയിലും ഓഫീസിലും ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് എടുക്കാം. അത്തരം സാധനങ്ങൾ നിങ്ങൾ അസ്യൂം ചെയ്യുക. സാനിറ്ററി എക്സ്പെൻസ് എന്താ സ്പെൻഡ് ഫോർ ക്ലീനിങ് എവിടെയാ ഓഫീസ്. അടുത്തേതാ ഓഡിറ്റ് ഫീ ഏതാ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. പിന്നെ ഇൻകം ടാക്സ് എടുക്കൂല, സെയിൽസ് ടാക്സ് എടുക്കൂല, ഡിസ്കൗണ്ട് റിസീവ്ഡ് എടുക്കൂല, ഡൊണേഷൻ എടുക്കൂല, ട്രാൻസ്ഫർ ടു റിസർവ് എടുക്കൂല. ഓക്കെ ആണോ? അതിൽ ആൻസർ ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അത് ശരിയാവണമെന്നില്ല. പല അസംഷനിലും എടുക്കാമല്ലോ. ചില തന്നെ നമ്മൾ എടുക്കാം, ഇങ്ങനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞല്ലേ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ 3 ചെയ്തു, 1 ചെയ്തു, 1 ചെയ്തു ഓൾറെഡി, 2 നമ്മൾ ഹോംവർക്കാക്കി, 3 ചെയ്തു. 4 വളരെ സിമ്പിളാണ്. പെട്ടെന്നുണ്ട് ചെയ്തോ. 4 പെട്ടെന്നുണ്ട് ചെയ്തോ. ഒന്ന് വായിച്ചോ. 2 മിനിറ്റ് തരാം. സിമ്പിൾ സാധനം. ആ നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനുകളാണ്. ഞാൻ നിങ്ങൾക്ക് തന്നത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇൻ്റർ ലെവലുള്ള 2-3 ക്വസ്റ്റ്യനാണ് തന്നത്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യനാണ് ഇനി ഞാൻ ബാക്കി ഇട്ടിട്ടുള്ളത്. ഓക്കെ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റത്തെ ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ആ കിട്ടിയില്ല. 28,000 കുഴപ്പമില്ലല്ലേ? എന്താ കാണാൻ പറഞ്ഞുള്ള മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലേ? അല്ല സോറി, പർച്ചേസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താ, അങ്ങനെ ചെയ്താൽ പോരെ. ഡാ മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കാണാം? മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, പ്ലസ് ഏതാ പർച്ചേസ്, മൈനസ് ഏതാ ക്ലോസിങ്. അപ്പോൾ ഇതിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടാൽ മതി ഇക്വേഷൻ. ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയത് ഇതാ. മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് മൈനസ് ഏതാ ക്ലോസിങ് സ്റ്റോക്ക്. മെറ്റീരിയൽ കൺസ്യൂംഡ് 26,500 തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 4,500, പർച്ചേസ് അറിയില്ല. അപ്പോൾ പർച്ചേസിന് എഴുതാം. മൈനസ് ഏതാ 3,000. ഇനി 26,500 ഇങ്ങോട്ട് വരും അല്ലേ. 3,000 ഇങ്ങോട്ട് വരും, പ്ലസ് ആവും അല്ലേ. മൈനസുള്ള ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് എത്രയാവും 3,000. ഈസ് ഈക്വൽ ടു എത്ര 4,500 പ്ലസ് എത്ര പർച്ചേസ്. അപ്പോൾ എത്ര വരും 26,500 പ്ലസ് 3,000 എത്രയാണ് 29,500 അല്ലേ. ഈസ് ഈക്വൽ ടു 4,500 പ്ലസ് ഏതാ പർച്ചേസ്. പർച്ചേസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് ഈസ് ഈക്വൽ ടു 29,500 എന്ത് ലെസ് ചെയ്യുക 4,500 ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരും 28,000 അല്ലേ വരാം, 25,000 അല്ലേ വരാം, 25,000. അങ്ങനെ 28 കിട്ടി. അപ്പോൾ 25,000 നമുക്ക് കറക്റ്റ് നോക്കണമെങ്കിൽ 4,500 പ്ലസ് 25,000 മൈനസ് എത്ര അടിച്ചാൽ 3,000 അടിച്ചാൽ എത്ര വരും 26,500 വരും. ശരിയാണ്. 25,000 വരെ എന്താ പോലെ 28 പറഞ്ഞ് ആരും 28 പറഞ്ഞോ അല്ല 25 അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ മനസ്സിലായില്ലേ? ഇക്വേഷൻ ഡയറക്റ്റ് തന്നെ എഴുതിയാൽ മതി. സമയം വേണ്ടല്ലോ, ചെയ്യാൻ സമയം വേണോ? ഓക്കെ. അടുത്തേതാ DP ഏതാ? നമുക്കൊരു പണിയാവും, ഒരു 4-5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് സമയം തരാം. അപ്പോൾ നിങ്ങളെടുത്ത് എഴുതിയാൽ മതി. ഫസ്റ്റത്തെ ഓക്കെയാണ്. രണ്ടാമത്തെ ഏതാ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ മാത്തമാറ്റിക്കലി ഈസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറം കളിക്കുന്നത് ഇല്ലേ?
അങ്ങനെ എല്ലാത്തിനും ചോദിച്ചാൽ. അടുത്ത DP ഏതാ? 5 മക്കളെ. ഫാക്ടറി കോസ്റ്റ് കാണാനാടാ. എന്താ ഇപ്പം ഇത് കഥ? പ്രൈം കോസ്റ്റ് തന്നിട്ടുണ്ട് 33,500 അല്ലേ? പ്ലസ് ഡിപ്രീസിയേഷൻ ഫാക്ടറി ഓവർഹെഡ് അല്ലേ 1,500 ആഡ് ചെയ്യുക. ഫാക്ടറിയുടെ റെൻ്റ് എത്ര പറയുന്നത്? ഡിപ്രീസിയേഷൻ്റെ 200%. അപ്പോൾ 1,500ൻ്റെ 200% എത്ര വരിക? 3,000. അപ്പോൾ 38,000 എന്ത് വരിക? അതിൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലേ? നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ കോസ്റ്റ് ഷീറ്റൊക്കെ വരയ്ക്കുക. എന്നിട്ട് എന്ത് എഴുതാം? പ്രൈം കോസ്റ്റ് എത്രയാ? പ്രൈം കോസ്റ്റ് പറയും 33,500. ഓക്കെ അല്ലേ? പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് ഏതാ? 1,500. പിന്നെ ഏതാ? ഫാക്ടറി റെൻറ്റ് 3,000. 1,500ൻ്റെ 200%. ഓക്കെ ആണോ? ക്ലിയർ? അടുത്തേതാ? DP 6 പറയും. കോസ്റ്റ് ഓഫ് സെയിൽസ് കാണാനോ? കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ടല്ലേ? യെസ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഏതാ? ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് 50% അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നമ്മളെങ്ങനെ കാണാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? അപ്പോൾ അവിടെ നിന്നുണ്ട് തുടങ്ങാം. കോസ്റ്റ് ഷീറ്റ് നോക്ക്. ഇവിടെ നോക്കണ്ട. കോസ്റ്റ് ഷീറ്റിൽ ആദ്യം ഏത് എഴുതാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എഴുതാം അല്ലേ? ബാക്ക്വേഡ് ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എഴുതാം. അറിയോ? ഇല്ല. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? സെല്ലിങ് ആൻഡ് ഏതാണ്? പറയടാ. സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതറിയാം. അത് അഡ്വർടൈസ്മെൻറ്റ് എത്ര ഉണ്ട്? 600 ഉണ്ട്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ സെയിൽ എന്താ പറയുന്നത്? 50% ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് 600ൻ്റെ 50% എത്ര വരും? 300. മക്കൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് സെയിൽസ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 37,416. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. 37,416 നിന്ന് ബാക്കിലേക്ക് വരാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ഈ 600 300 ആഡ് ചെയ്തിട്ടുള്ളല്ലേ? ലെസ് ചെയ്താൽ മതി. 300 ലെസ് ചെയ്യുക, 600 ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 36,516 വരും. സിമ്പിളല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്തേതാ? 7ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ഫാക്ടറി കോസ്റ്റ് തന്നിട്ടുണ്ട്. മായ്ക്കുന്നു. ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? 3,90,000. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കാണാനാണ് പറയുന്നത്. അയ്യോ എന്ത് സിമ്പിളാ. എന്താ പറയുന്നത്? ഫാക്ടറി കോസ്റ്റ് എത്രയാണോ അതിൻ്റെ എത്ര കണ്ടാൽ മതി? 7.315. അപ്പോൾ എങ്ങനെ എടുത്താൽ മതി? നിങ്ങൾ 3,95,000 ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇൻറ്റു എത്ര അടിക്കുക? 7.315% അടിച്ചാൽ എത്ര കിട്ടും? 28,894.25 കിട്ടും. അയ്യോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തതും കൂടെ ചെയ്യല്ലേ? DP ഏതാണ്? 8 അല്ലേ? ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണാനാ മക്കളെ അല്ലേ? ഒക്കെ കോസ്റ്റ് ഷീറ്റിലിട്ടാൽ പണി തീരില്ലേ? എന്താ പറയുന്നത്? ആദ്യം ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് വന്നിട്ടുണ്ട്. നെറ്റ് ഫാക്ടറി കോസ്റ്റ് വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വന്നിട്ടുണ്ട്. എന്ത് കാണാനാ? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണാനാണ്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക? ഞാനൊരു ഇക്വേഷൻ പറയട്ടെ. നെറ്റ് നോട്ട് ചെയ്തോട്ടാ. നെറ്റ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത്? വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക. എന്ത് ലെസ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ക്ലിയർ? ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുമില്ലടാ. നമ്മൾ സാധാരണ ഫാക്ടറി കോസ്റ്റ് കാണില്ലേ? ഹലോ സ്റ്റോപ്പ്. പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാം. അപ്പം കിട്ടുന്നതിൻ്റെ പേരാണെന്ത്? അപ്പോൾ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാം. ഐ റിപ്പീറ്റ്. ശ്രദ്ധിച്ചിരിക്കുന്നില്ല പലരും. ഫസ്റ്റ് വൺ എന്താ? പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ്. അപ്പം എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടൂലേ? അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗ്രോസ് എന്ന് വിളിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എന്നൊക്കെ വിളിക്കാറില്ലേ? അഥവാ റിയൽ സാധനമല്ല, ഇനി എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ ഗ്രോസ് ഏതെന്ന് പറയും? ഫാക്ടറി കോസ്റ്റ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യാം, ക്ലോസിംഗ് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. അപ്പം കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങ് ആലോചിക്കുക. കോമൺ സെൻസ്. ഓക്കെ. അപ്പോൾ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതി വെക്കുക? നിങ്ങൾ പറഞ്ഞ്
നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പറയും ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് ആഡ് ഏതാ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ഏതാ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. എഴുതിയില്ലേ? നെറ്റ് ഫാക്ടറി കോസ്റ്റ് അറിയില്ല, അതാ കാണേണ്ടത്. ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് അറിയാം, എത്രയാണ്? 58,000 പ്ലസ് അല്ലേ, നെറ്റും തന്നിട്ടുണ്ടല്ലോ അല്ലേ, നെറ്റ് 54,000 തന്നിട്ടുണ്ട്, സോറി 58,000. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് എത്രയാ? 8,000. എന്തറിയില്ല? ക്ലോസിങ് അറിയില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 58,000 പ്ലസ് 8,000 യെസ് 63,000 മൈനസ് 54,000, അപ്പോൾ 9,000 വരും. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. 58,000 പ്ലസ് 8,000 മൈനസ് 54,000 12,000, സോറി തെറ്റിപ്പോയി. 12,000 ആണ് എന്ത് വരാം? ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് വരാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാണണമെങ്കിൽ വേറെ പരിപാടിയും ചെയ്യാം. ഞാൻ വേറെ മെത്തേഡ് പറയട്ടെ. നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്ന പോലെ ചെയ്യാം. അതാദ്യം എന്തെഴുതാം? പ്രൈം കോസ്റ്റ് എഴുതാം. ഓക്കെ അല്ലേ? എന്നിട്ട് ആഡ് ചെയ്താം ഫാക്ടറി ഓവർ ഹെഡ്. കിട്ടുന്നതിൻ്റെ പേര് നമുക്ക് എന്തായിട്ട് എഴുതാം? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അത് നമുക്കറിയോ? അറിയാം. എത്രയാണ് ഗ്രോസ്? 58,000. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യണം, അതറിയാം 8,000. പിന്നെ എന്ത് ലെസ് ചെയ്യണം? ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതറിയില്ല. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന നെറ്റ് ഫാക്ടറി ഓവർഹെഡ് നമുക്കറിയാം. എത്രയാ? 54,000. അപ്പം ഇനി ബാക്കിലേക്ക് കൊണ്ടുവരാം. ഈ 54,000 എങ്ങനെയാണ് കിട്ടിയത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യാം. ഓക്കെ. അതുപോലെ ഫാക്ടറി ഓവർഹെഡിൻ്റെ കൂടെ ആഡ് അല്ല, അപ്പോൾ മൈനസ് 58,000 അടിച്ചാൽ എത്ര കിട്ടും? 12,000 കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ? ഓക്കെ അല്ലേ? ഇതുവരെ ചെയ്തിട്ട് അടുത്ത് പറഞ്ഞ പോരെ? എന്നാ പോരെ? ഓക്കെ, വേഗം അവിടെ.